8ാം ക്ലാസ് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മോഷൻ ആൻഡ് ഫോഴ്സ്, ചലനവും ബലവും എന്ന് പറഞ്ഞ സിമ്പിൾ ചാപ്റ്റർ വെറും 40 മിനിറ്റിനുള്ളിൽ നമ്മൾ പഠിച്ചെടുക്കാൻ പോവാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാം എക്സാമിന് പോകുന്നതിന് മുമ്പ്. ഓൾസോ ഇത് യൂസ്ഫുൾ ആയെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ഈ മോഷൻ ആൻഡ് ഫോഴ്സ് എന്നാണ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മോഷനെ പറ്റിയിട്ട് ചലനത്തിനെ പറ്റിയിട്ട് അവിടെ ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ട്രെയിൻ മോഷനിലാന്ന് പറയും. അയ്യേ സിമ്പിൾ. എന്നാൽ ക്ലാസ്സിൽ വെറുതെ കുത്തിരിക്കുമ്പോൾ ഈ ബെഞ്ചും ഡെസ്കും എന്താണ്, വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മോഷനിലാന്ന് പറയുമോ? ഇല്ല, നമ്മൾ പറയുക റെസ്റ്റിലാന്ന് പറയും, നിശ്ചലാവസ്ഥയിലാന്ന് പറയും. അത്രേ ഉള്ളൂ. അയ്യേ. എക്സാമിന് ചിലപ്പോൾ പിക്ചറൊക്കെ എന്നിട്ട് ചോദിക്കും, ഈ എയറോപ്ലെയിൻ മോഷനിലാണോ? മോഷനിലാണെന്ന് പറയണം. എന്ത് സിമ്പിൾ അത്, കോമഡി ചോദ്യം ചോദിക്കും എക്സാമിൽ. ടേബിളിലൊക്കെ തന്നെ ചോദിക്കും. കാറ് മോഷനിലാന്ന് പറയണം, ചലനത്തിലാന്ന് പറയണം. ഈ ബുക്കോ, ടേബിളിലെ മണ്ടേ വെറുതെ ഇരിക്കുന്ന ബുക്കോ റെസ്റ്റിലാണ്, നിശ്ചലാവസ്ഥയിലാന്ന് പറയണം. കോമഡി. ഫുട്ബോൾ അടിച്ചു കഴിഞ്ഞാലോ, അല്ലെ വെറുതെ ഇരിക്കുന്ന ഫുട്ബോൾ അല്ല, അടിച്ചു കഴിഞ്ഞാൽ ഫുട്ബോൾ അങ്ങനെ എഴുതി തരും. ടെക്സ്റ്റ് ബുക്ക് പരീക്ഷയിൽ എഴുതും. അതായത് ഫുട്ബോൾ വെൻ ഇറ്റ് ഈസ് കിക്ക്ഡ് എന്ന് പറയും. ചവിട്ടിയാൽ തെറിപ്പിച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ എന്ന് പറയും. മോഷനിലാണ്. ബുള്ളറ്റ് ട്രെയിൻ മോഷനിലാണ്. പ്ലാനറ്റ്സ്, സൂര്യന് ചുറ്റുള്ള പ്ലാനറ്റ്സ് മോഷനിലാണ്, ചലനത്തിലാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇരിക്കുന്ന ഒരു ചെയർ, ഒരു സ്റ്റാച്യു, ഒരു മരം, ഒരു ചെടി എല്ലാം റെസ്റ്റിലാണ്. അപ്പം ഇങ്ങനത്തെ കോമഡി ചോദ്യമൊക്കെ പരീക്ഷയിൽ 1 മാർക്കിന് വന്നു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ നിൽക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. പക്ഷെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വേറെ ചോദ്യമുണ്ട്. വീണ്ടും നമ്മൾ ആ ഡെസ്കിലേക്ക് വരാം. ഈ ബെഞ്ചും ഡെസ്കും നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇതെന്താണ്, ഇത് വെറുതെ ഇരിക്കുകയാണ്, റെസ്റ്റ് ഇരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ സോളാർ സിസ്റ്റത്തിൽ പോയി നോക്കുകയാണ്. നമ്മൾ ഈ സോളാർ സിസ്റ്റത്തിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഞാനൊരു സ്പേസ് സ്യൂട്ടിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ ആ ഡെസ്ക് നോക്കുമ്പോൾ എവിടെ ഡെസ്ക് ഉണ്ടാവുക? സാർ ഡെസ്ക് ഭൂമിയിലായിരിക്കും ഉണ്ടാവുക. ഡെസ്ക് ഭൂമിയിൽ, അല്ലേ? ഡെസ്ക് ഭൂമിയിൽ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഉള്ളിലാണ് ഡെസ്ക് ഉള്ളത്. ഇതാണ് ആ സ്കൂൾ എന്ന് വിചാരിക്കുക. ഇനി പറ, ഞാൻ നോക്കുമ്പോൾ, അല്ലേ, ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ, അല്ലേ, ഞാൻ ഇവിടെ കണ്ട, ഞാൻ സൂര്യൻ്റെ മണ്ടേ പോയി നിൽക്കാം. സ്പേസ് സ്യൂട്ട് അത്രത്തോളം സ്ട്രോങ് ആണ്, സൂര്യൻ്റെ ചൂടൊന്നും എനിക്ക് എഫക്റ്റ് ഇല്ല. സൂര്യൻ്റെ മണ്ടേ പോയി ഞാൻ നോക്കുമ്പോൾ ഈ ഡെസ്ക്, ഇതിൻ്റെ മുകളിലല്ലേ ഡെസ്ക് ഉള്ളത്. ഡെസ്ക് മോഷനിലാണോ റെസ്റ്റിലാണോ? വേമ്പറ മോഷനിലാണ്. കാരണം എന്താണ്, ഈ ഡെസ്ക് ഇരിക്കുന്നത് എർത്തിൻ്റെ മുകളിലാണ്. എർത്ത് കിടന്ന് കറങ്ങിയല്ലേ സൂര്യൻ ചുറ്റും, അല്ലേ? എർത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ ചുറ്റും. അപ്പോൾ എർത്ത് മോഷനിലായതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ എന്താണ്, ഈ ഡെസ്കും മോഷനിലാണ്. അപ്പൊ കാര്യം, ഈ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെ, എർത്തിൽ നിന്ന്, എർത്തിന്റെ മണ്ടയിൽ നിന്ന്, അല്ലെ ഗ്രൗണ്ടിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ പറയും ഈ ഡെസ്കും ബെഞ്ചും എന്താണ്, റെസ്റ്റിലാണ്, നിശ്ചലാവസ്ഥയിലാണ് ഞാൻ പറയുമെങ്കിലും ഞാൻ സൂര്യന്റെ മണ്ടയിൽ പോയി നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ പറയും അതേ ഡെസ്ക് മോഷനിലാന്ന് പറയും. അപ്പൊ ഈ മോഷനും റെസ്റ്റും, ചലനവും നിശ്ചലാവസ്ഥയും എന്താണ്, ആപേക്ഷികമാണ്. ആരോടോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ നോക്കുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക, അല്ലേ? ഇവിടെ നോക്കുന്ന ആളാരാണ്? എർത്താണ്, അല്ലേ? എർത്തിൽ നിന്ന് നോക്കുമ്പോൾ. അതുപോലെ ഇവിടെ നോക്കുന്ന ആളാരാണ്? സൂര്യന്റെ മുകളിൽ നിൽക്കുന്ന ഞാൻ, അല്ലേ? സൂര്യൻ, അല്ലേ? സൂര്യന് നോക്കാനൊന്നും പറ്റില്ല. കണ്ട, വിത്ത് റെസ്പെക്ട് ടു സൂര്യൻ, സൂര്യനിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ നോക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേര് പഠിച്ചു. റെഫറൻസ് ഒബ്ജക്ട്, അവലംബക വസ്തു. ദ ഒബ്ജക്ട് ടേക്കൺ ടു ഡിറ്റർമിൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് എ ബോഡി ഈസ് കോൾഡ് റെഫറൻസ് ഒബ്ജക്ട്. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു. അപ്പോൾ ഒരു സാധനം മോഷനാണോ റെസ്റ്റിലാണോ വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ പോരാ. ഈ റെഫറൻസ് ഒബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ഇവൻ റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് ചോദിക്കണം. അപ്പോൾ അതാണ് റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണ്, സിമ്പിളാണ്. കൂടുതൽ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. പറ, ഉത്തരം വേഗം പറയണേ. ഞാൻ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ 200 കിലോമീറ്റർ ഞാൻ സഞ്ചരിക്കണം. പറ മക്കളെ, 200 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് 200 കിലോമീറ്റർ? എന്താണ് ഞാൻ സഞ്ചരിക്കേണ്ട? ഞാൻ സഞ്ചരിക്കേണ്ട പഠിച്ചോ, ഡിസ്റ്റൻസ് ആണ്, അഥവാ ദൂരമാണ്. ദൂരം അഥവാ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഇസ് ദി ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽ ബൈ എൻ ഒബ്ജക്ട്. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ്. ഞാൻ കാർ ഓടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ കാർ സഞ്ചരിച്ച പാതയുടെ ലെങ്ത് എന്താണ്? അതാണ് ഈ 200 കിലോമീറ്റർ അഥവാ ഡിസ്റ്റൻസ്. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. വാട്ട് ഈസ് SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഒരു ലെങ്ത് ആണ്, ഒരു നീളമാണ്, അല്ലേ? അപ്പൊ അതിന്റെ SI യൂണിറ്റ് എന്തായിരിക്കും? കിലോമീറ്റർ എന്നൊന്നും പറയരുത്. വണ്ടിയിൽ കിലോമീറ്ററിലല്ലേ കാണുക? അല്ല, വണ്ടിയിൽ കിലോമീറ്റർ ലഭിക്കും. പക്ഷെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ ലെങ്ത് ആയതുകൊണ്ട് തന്നെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണെന്നുള്ള കാര്യം
ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത് നോക്കാനുള്ളത് ഓഡോമീറ്റർ എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മുടെ കാറിലൊക്കെ ഉണ്ടാകുന്ന സാധനമല്ലേ, കാറിലൊക്കെ കിലോമീറ്റർ കാണിച്ചൊരു സാധനം, അതിനെ വിളിക്കുന്ന പേരാണ് ഓഡോമീറ്റർ. പരീക്ഷയിൽ ഓഡോമീറ്ററിന് 2 ചോദ്യങ്ങൾ അവർ ചോദിക്കും. ഒന്ന്, ആൻ ഓഡോമീറ്റർ ഷോസ് ഡാഷ്. ഓഡോമീറ്ററിൽ കാണിക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണോ, സ്പീഡാണോ, സമയം? സിമ്പിൾ ചോദ്യം. ഞാൻ പറ, ദൂരമാണോ, വേഗതയാണോ, അല്ലെ സമയമായിരിക്കുമോ? പഠിച്ചു വെച്ചോ. ഓഡോമീറ്ററിൽ കാണിക്കുന്നത് എപ്പോഴും ഡിസ്റ്റൻസ് അഥവാ ദൂരമായിരിക്കും അല്ലേ. നിങ്ങളുടെ കാർ എത്ര ദൂരം സഞ്ചരിച്ചു, എത്ര ദൂരം സഞ്ചരിച്ചു? ഇപ്പൊ 1,44,969 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ് ഓഡോമീറ്റർ പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് ഇത് മെഷർ ചെയ്യുക. രണ്ടാമത് ചോദ്യം ഇവിടുന്ന് വരും. എന്താണ്? ആൻ ഓഡോമീറ്റർ മെഷേഴ്സ് ഡിസ്റ്റൻസ് ഇൻ ഡാഷ്. ഓഡോമീറ്റർ ദൂരം അളക്കുന്ന ഡാഷ് എന്ന എന്താണ് യൂണിറ്റിലാണ്. യൂണിറ്റിൽ നിന്നാണ് കേട്ടോ, ഒരു ഏകത്തിലൊന്നല്ല, യൂണിറ്റ് എന്ന് പറഞ്ഞത് യൂണിറ്റിലാണ്. പറ, ഏത് യൂണിറ്റിലാണ്? മീറ്ററിലാണോ, കിലോമീറ്ററാണോ, സെന്റിമീറ്ററാണോ? ഇപ്പോൾ ഒരു പ്രവണത നമുക്ക് തോന്നും, സാർ ഓഡോമീറ്റർ ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുക, ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്, അപ്പോൾ മീറ്റർ എന്ന് പറയാൻ തോന്നും. പക്ഷെ പറയരുത്, ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് മീറ്റർ ഒക്കെ തന്നെയാണ്. പക്ഷെ ഓഡോമീറ്റർ കാണിക്കുക എന്താണ്? ഈ കാറിനുള്ള മീറ്റർ കാണിക്കുക എന്താണ്? എപ്പോഴും കിലോമീറ്ററിലായിരിക്കും, മീറ്ററിലൊന്നല്ല. അപ്പോൾ ഓഡോമീറ്റർ ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യുന്ന എപ്പോഴും കിലോമീറ്ററിലായിരിക്കും എന്നുള്ള കാര്യം പറയാൻ മറന്നു പോകരുത്. ഓക്കെ, സിമ്പിൾ കാര്യം, സിമ്പിൾ ഡിമ്പിൾ കാര്യം. അപ്പോൾ ഡിസ്റ്റൻസ് നിന്ന് കൂടുതൽ ചോദ്യം വരാൻ പോകുന്നില്ല, സിമ്പിൾ ടോപ്പിക്കാണ്, കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കാണ് സ്പീഡ് അഥവാ വേഗം അഥവാ വേഗത എന്ന് പറയും. വാട്ട് ഈസ് സ്പീഡ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡിസ്റ്റൻസ് ബൈ ടൈം. നിങ്ങളൊരു ഡിസ്റ്റൻസ് സഞ്ചരിച്ചിട്ടുണ്ടാവും, ആ സഞ്ചരിക്കാൻ വേണ്ടി ഒരു സമയം എടുത്തിട്ടുണ്ടാവും. ഡിസ്റ്റൻസ് മുകളിലിടുക, ടൈം താഴെ, നിങ്ങൾക്ക് സ്പീഡ് കിട്ടും. വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കാം. ഡെഫിനിഷൻ വേണം നോക്കി വെക്കാം. സ്പീഡ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം. എന്താണ് യൂണിറ്റ് സമയം? എന്താ ഈ യൂണിറ്റ് സമയം എന്ന് പറഞ്ഞാൽ? ഒരു സെക്കൻഡ് കൊണ്ട് ഒരുത്തൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണോ അതിൻ്റെ സ്പീഡ് ആയിരിക്കും. ഒരു സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ ആണോ സഞ്ചരിച്ചെങ്കിൽ അവൻ്റെ സ്പീഡ് എത്രയായിരിക്കും? 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഒരു സെക്കൻഡ് കൊണ്ട് അവന് 100 മീറ്റർ സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ അവൻ്റെ സ്പീഡ് 100 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. സ്പീഡിൻ്റെ SI യൂണിറ്റ് എന്താ? ഇറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. മീറ്റർ പെർ സെക്കൻഡ് ആണ് SI യൂണിറ്റ് ഓഫ് സ്പീഡ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. വേഗത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇതിൻ്റെ ഫോർമുല തുറിച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യമൊന്നുമില്ല, പരീക്ഷ ചോദ്യം വരും, ഇങ്ങനത്തെ ചോദ്യം വരും. അപ്പോൾ ഉത്തരം കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഇതും പഠിച്ചിരുന്ന കാര്യമില്ല. പറ, ബസ് A travel 75 meter in 5 seconds. ബസ് B travel 112 meter in 7 seconds. Which bus was faster? A എന്ന ബസ് 5 സെക്കൻഡ് കൊണ്ട് 75 മീറ്റർ സഞ്ചരിച്ചു. B എന്ന ബസ് 7 സെക്കൻഡ് കൊണ്ട് 112 മീറ്റർ സഞ്ചരിച്ചു. ഏത് ബസ്സാണ് കൂടുതൽ വേഗം സഞ്ചരിച്ചത്? പറ മക്കളെ. A എന്ന് പറഞ്ഞ ബസ്സിന്റെ ആദ്യം ചെയ്യാം. സ്പീഡല്ലേ വേണ്ടത്? സ്പീഡിന്റെ ഫോർമുല നമുക്കറിയില്ലേ? എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം, D/T എന്ന് എഴുതിച്ചാൽ കേട്ടോ. ഡിസ്റ്റൻസ് എത്രയാ? 75 മീറ്റർ. ടൈം എത്രയാ? 5 സെക്കൻഡ്. ഇതെങ്ങനെ ചെയ്യുക? സാധാരണ പോലെ ചെയ്യും. 75/5 എങ്ങനെ ചെയ്യുക? 5 1 5, 7 - 5 2, ഈ 5 താഴേക്ക് ഇടുക. 5 × 3 25, 5 × 5 125, 5 5 25 0 0. ആൻസർ വരിക 15. കഴിഞ്ഞു. അവൻ്റെ സ്പീഡ് എത്രയാ? 15 മീറ്റർ പെർ സെക്കൻഡ്. കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. സ്പീഡ് ഓഫ് ബസ് ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ്. കഴിഞ്ഞു, പരിപാടി തീർന്നു. ബസ് ബീൻ്റെ നോക്കാം. സ്പീഡ് എത്രയാ? വീണ്ടും ഫോർമുലയിൽ വ്യത്യാസമൊന്നുമില്ല. ഡിസ്റ്റൻസ് ബൈ ടൈം, ദൂരം ബൈ സമയം, ഈസ് ഈക്വൽ ടു എത്രയാണ് അവൻ്റെ ഡിസ്റ്റൻസ്? 112. ആയിക്കോട്ടെ, 112. സമയം എത്രയാ? 7 സെക്കൻഡ്. 7 ചെയ്. 112/7, 112 7, 112 7. 7 × എത്രയാ? 11. 7 × 1 11 അല്ല, 7 × 1 7 ആണ്. 11 - 7 എത്രയാ? 4, 4 ആണ്. ഈ 2 താഴേക്ക് ഇടുക. 42. 42 കിട്ടാൻ എന്ത് ചെയ്യണം? 7 × 6 42 0 0. കഴിഞ്ഞു. ആൻസർ എത്രയാടോ? 16. ഡിവിഷൻ ചെയ്യാറാണേ, ഹരിക്കാറാണേ. ഈസ് ഈക്വൽ ടു 16 മീറ്റർ പെർ സെക്കൻഡ്. ഇനി പറ, ഏത് ബസ്സാണ് കൂടുതൽ സ്പീഡ് ഉള്ളത്? വിച്ച് ബസ് വാസ് ഫാസ്റ്റർ? ഒന്നും ആലോചിക്കാനില്ല, ചാടിക്കയറി കൊണ്ട് ഉത്തരം പറയണം. ബസ് ഏത് ബസ്സാടോ? ബസ് ബി. ബസ് ബി ഈസ് ഫാസ്റ്റർ. കഴിഞ്ഞു. ബസ് ബി ഈസ് ഫാസ്റ്റർ. കാരണം അതിൻ്റെ സ്പീഡ് 16 ആണ്, മറ്റൊരു 15 ആണ്. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇങ്ങനത്തെ കാൽക്കുലേഷൻ ചോദ്യം 100% ഉറപ്പാണ് പരീക്ഷ വന്ന് എഴുതി വെക്കണം. ഒരു കാര്യം കൂടെ എക്സാമിന് 1 മാർക്കിന് വല്ല ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഴുതി വയ്ക്കാം. കിലോമീറ്റർ പെർ അവർ എന്താണ്? സ്പീഡിൻ്റെ ഒരു യൂണിറ്റ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൻ്റെ SI യൂണിറ്റ് ആണ്. പക്ഷെ ഇവർ തമ്മിൽ ബന്ധമുണ്ട്. എന്താ ബന്ധം? പഠിച്ചു വെച്ചോ. 1 കിലോമീറ്റർ പെർ അവർ ഈസ് 5/18 മീറ്റർ പെർ സെക്കൻഡ്. പഠിച്ചു കേട്ടോ. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുള്ള അവർ തമ്മിലുള്ള ബന്ധം ഒന്ന് പഠിച്ചു വെച്ചോ, പരീക്ഷ ചോദിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്പീഡോമീറ്റർ ആണ്. നമ്മുടെ വണ്ടിയിൽ ഇങ്ങനത്തെ സ്പീഡോമീറ്റർ കണ്ടിട്ടുണ്ടാവില്ലേ? വണ്ടി ഓണാക്കാത്തപ്പോൾ 0 ആയിരിക്കും ഉണ്ടാവുക. ഓണാക്കി നമ്മൾ ആക്സിലേറ്ററിൽ വിടുമ്പോൾ ഇതിങ്ങനെ കൂടി വരും.
സ്പീഡോമീറ്ററിൻ്റെയും 2 ചോദ്യങ്ങൾ എക്സാമിൽ ചോദിക്കും. ഫസ്റ്റ് ചോദ്യം, സ്പീഡോമീറ്റർ ഷോസ് ഡാഷ്. സ്പീഡോമീറ്റർ കാണിക്കുന്ന ഡാഷ് ആണ്. ഡിസ്റ്റൻസ് ആണോ സ്പീഡ് ആണോ ടൈം ആണോ? ഞാൻ പറഞ്ഞു സിമ്പിൾ, വെറും കോമഡിയാണ്. പക്ഷേ എക്സാമിൽ ചോദിക്കുന്നതൊക്കെ. എടോ സ്പീഡോമീറ്റർ സ്പീഡ് അല്ലാണ്ട് പിന്നെ വേറെ എന്താണ് കാണിക്കുക? സ്പീഡല്ലേ, സ്പീഡിൽ പേര് തന്നെ ഉണ്ട്, വേഗത അല്ലേ, വേഗം. കോമഡി ചോദ്യം. വീണ്ടും ചോദിക്കും, എക്സാമിന് ചോദിക്കും, സ്പീഡോമീറ്റർ മെഷർ സ്പീഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് ആണോ, കിലോമീറ്റർ പെർ അവർ ആണോ, സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണോ? പറ. സ്പീഡോമീറ്ററിലെ സ്പീഡിന്റെ SI യൂണിറ്റ് നമുക്ക് അറിയാം, മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ സ്പീഡോമീറ്ററിൽ എന്തായിരിക്കും ഉണ്ടാവുക? സ്പീഡോമീറ്ററിൽ എപ്പോഴും കിലോമീറ്റർ പെർ അവറിലാണെന്നുള്ള കാര്യം മറന്നു വരും. ഓക്കെ, തെറ്റിക്കരുത്, എക്സാമിൽ ചോദിക്കും. സ്പീഡിൻ്റെ കാര്യം വരുമ്പോൾ ഒരു കാര്യം കൂടെ പഠിക്കണം, അതും എക്സാമിൽ ചോദിക്കുക. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു, യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും, സമവേഗവും അസമവേഗവും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ യൂണിഫോം സ്പീഡ് എന്താണ്? ഒരു സെയിം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ യൂണിഫോം സ്പീഡാണ്. വാട്ട് ഇസ് നോൺ യൂണിഫോം സ്പീഡ്? അസമവേഗം, സ്പീഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിന് ഡെഫിനിഷൻ അങ്ങനെയല്ല, നല്ല ഡെഫിനിഷൻ ശ്രദ്ധിക്കണം. യൂണിഫോം സ്പീഡിൻ്റെ ഡെഫിനിഷൻ, സമവേഗത്തിൻ്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ മക്കൾ. ഒരു കാറ് 0 സെക്കൻഡ്സിലും 1 സെക്കൻഡിലും 2 സെക്കൻഡിലും 3 സെക്കൻഡിലും 4 സെക്കൻഡിലും 5 സെക്കൻഡിലെ അതിൻ്റെ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. 0, 10, 20, 30, 40, 50 മീറ്റർ എന്നാണ്. ശ്രദ്ധിക്കുക, ഓരോ 1 സെക്കൻഡിലും, ഇത് 1 സെക്കൻഡാണ്, ഇത് 1 സെക്കൻഡാണ്, ഇത് 1 സെക്കൻഡാണ്, 3 4ലേക്ക് അതും 1 സെക്കൻഡാണ്, ഇത് 1 സെക്കൻഡാണ്, ഇത് 1 സെക്കൻഡ് അല്ലേ. ഓരോ 1 സെക്കൻഡിലും അവൻ എത്ര സഞ്ചരിച്ചിട്ടുണ്ട്? സാർ 0 നിന്ന് 10 മീറ്ററിലേക്ക് 10 മീറ്റർ, 10 നിന്ന് 20ലേക്ക് എത്ര മീറ്ററാ? 10 മീറ്റർ, 20 നിന്ന് 30ലേക്ക് എത്രയാ? 10 മീറ്റർ, 30 നിന്ന് 40ലേക്ക് എത്രയാ? 10 മീറ്റർ, 40 നിന്ന് 50 10 മീറ്റർ, 10 മീറ്റർ. ഒരേ സമയം നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 സെക്കൻഡ് വീതം ഒരേ സമയം എടുക്കുകയാണെങ്കിൽ ഇവൻ ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ സഞ്ചരിച്ചത്? സാർ അങ്ങനെയാണെങ്കിൽ അവൻ്റെ സ്പീഡ് യൂണിഫോം സ്പീഡ് അഥവാ സമവേഗം എന്ന് പറയും. ദാറ്റ്സ് ഇറ്റ്. ഇഫ് എൻ ഒബ്ജക്ട് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ്, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, ഇറ്റ് ഈസ് എൻ യൂണിഫോം സ്പീഡ്. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചുവെങ്കിൽ അത് സമവേഗത്തിലാണെന്ന് പഠിച്ചു വെക്കാം. അപ്പം അങ്ങനെയാണ് സാർ. വാട്ട് ഈസ് നോൺ യൂണിഫോം സ്പീഡ്? അസമവേഗം എന്താ? നേരെ തിരിച്ച് എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവെൽ സെയിം എടുക്കണേ. 1 സെക്കൻഡ്, 1 നിന്ന് 2ലേക്കും 1 സെക്കൻഡ്, 2 നിന്ന് 3ലേക്കും 1 സെക്കൻഡ്, 3 നിന്ന് 4ലേക്കും 1 സെക്കൻഡ്. ടൈം ഇൻ്റർവെൽ സെയിം എടുക്കണം. പക്ഷെ ഡിസ്റ്റൻസ് നോക്കിക്കേ, 0 നിന്ന് 10ലേക്ക് എത്ര പോയി? 10 മീറ്റർ. 10 നിന്ന് 30ലേക്ക് എത്ര പോയി? ഇവിടെ 10 നിന്ന് 30ലേക്ക് എത്താൻ വേണ്ടി 20 സഞ്ചരിക്കണം, 20 മീറ്റർ പോയി. 30 40ലേക്ക് വീണ്ടും 10, 40 60ലേക്ക് വീണ്ടും 20 അല്ലേ. അപ്പോൾ ഈക്വൽ ടൈം ഇൻ്റർവെൽ ഒക്കെ തന്നെയാണ്. 1 സെക്കൻഡ് 1 ഇതാണ്. പക്ഷേ ഡിസ്റ്റൻസ് ഈക്വൽ ആണോ? അല്ല. 10 20 ഡിസ്റ്റൻസ് ഈക്വൽ അല്ല, അൺഈക്വൽ ആണ്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതെന്താണ്? നോൺ യൂണിഫോം സ്പീഡാണ്. മേക്ക് സെൻസ്, കോമൺ സെൻസ്. ഇവിടെ 1 സെക്കൻഡിൽ 10 മീറ്റർ പോകുന്നുള്ളൂ, ഇവിടെ 1 സെക്കൻഡിൽ 20 മീറ്റർ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പീഡ് എങ്ങനെ കൊണ്ടുപോകാം? കോമൺ. ഇഫ് എൻ ഒബ്ജക്ട് ട്രാവൽസ് അൺഈക്വൽ ഡിസ്റ്റൻസ്, ഈക്വൽ അല്ലല്ലോ ഒരു 3 പേരും അല്ല, ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, ടൈം ഇന്റർവെൽ ഈക്വൽ എടുക്കണം, എന്നാൽ അത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ഇൻ നോൺ യൂണിഫോം സ്പീഡ്. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ, സമയയിടവേള തുല്യം തന്നെയാണ്, അസമ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ, അല്ലെ സമമല്ലാത്ത ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് അസമവേഗത്തിലാണ്. അപ്പോൾ ഇത് ഡെഫിനേഷൻ ചോദിക്കും കേട്ടോ. ഇതിന് രണ്ടിൻ്റെ ഡെഫിനേഷൻ ചോദിക്കും, പഠിച്ചു വെച്ചാൽ. അല്ലെ പിക്ചറൊക്കെ തന്നെ ചോദിക്കും, ഇത് യൂണിഫോം സ്പീഡാണോ നോൺ യൂണിഫോം സ്പീഡാണോ? അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കണം, അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടി. ഓക്കെ. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? മറന്നു പോയത്. ചാപ്റ്ററിൻ്റെ പേര് മോഷൻ ആൻഡ് ഫോഴ്സ് എന്നാണ്. മോഷൻ നമ്മൾ തീർത്തു, ചലനവും ബലവുമാണ്. ചലനം നമ്മൾ തീർത്തു. ഇനി ആകെ പഠിക്കാനുള്ളത് ഫോഴ്സിനെ പറ്റിയിട്ടാണ്. അതും കൂടി പഠിച്ച ചാപ്റ്റർ ഫിനിഷ്, ക്ലാസ് ഫിനിഷ്ഡ്. സിമ്പിൾ. കണ്ടോ, ഇത് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പ മാർക്ക് വരും. നോക്കിയോ, എളുപ്പ മാർക്ക് വരും. ആകെ എക്സാമിൻ്റെ തലേന്ന് ഞാൻ ഒരു ലൈവ് എടുക്കും, അതിലുള്ള ചോദ്യങ്ങളോട് ചെയ്താൽ മതി. അത് കൂടിപ്പോയ ഒരു ഫിസിക്സിൻ്റെ സെക്ഷൻ എന്താ ഒരു 3/4 മണിക്കൂർ മൊത്തത്തിൽ വരും. ദാറ്റ്സ് ഇറ്റ്. അത്ര സിമ്പിളാണ്. മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം നിങ്ങൾക്ക് എന്താണ് മാർക്കും കാര്യങ്ങളും കിട്ടും. ഓക്കെ മക്കളെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എന്നാൽ പിടിച്ചോ. ഫോഴ്സ് എന്താണ് മക്കളെ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഫോഴ്സ് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ബോളിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, ബോളിനെ ചവിട്ടി മോഷനിലാക്കാൻ പറ്റും.
അല്ലേ? അതിൻ്റെ മോഷൻ്റെ സ്ഥിതി നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ? ചലനത്തിൻ്റെ സ്ഥിതി മാറ്റാൻ പറ്റും. ചലനത്തിലുള്ള ആളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ചലനത്തിലല്ലാത്ത ആളെ, നിശ്ചലാവസ്ഥയിലുള്ള ആളെ ചലനത്തിലാക്കാൻ പറ്റും. ചപ്പാത്തിയുടെ ഷേപ്പ് മാറ്റാൻ പറ്റും. ഒരു കോക്ക് വരുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റും. ഇങ്ങനെ വരുന്നവനെ അടിച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫോഴ്സ് ഇസ് എ പുഷ് ആൻഡ് എ പുൾ. ഒന്നെങ്കിൽ പുഷ് അല്ലേ പുള്ളാണ്. ദാറ്റ് ക്യാൻ ചേഞ്ച് ആൻ ഒബ്ജക്ട്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ അല്ലേ? ചലനാവസ്ഥയെ മാറ്റാൻ പറ്റും, ഡയറക്ഷൻ മാറ്റാൻ പറ്റും, ഇങ്ങനെ ഒരാളെ അങ്ങോട്ട് തെറിപ്പിച്ച് കളയാൻ പറ്റും, ഫിസിക്കൽ ഷേപ്പ്, ചപ്പാത്തിയുടെ ഷേപ്പ് അടക്കം മാറ്റാൻ പറ്റും. ഇടിച്ചു വീണ ഷേപ്പ് മാറ്റാൻ ചെയ്യരുത്. പക്ഷേ ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥ, ദിശ അല്ലെങ്കിൽ ആകൃതി, ചലനാവസ്ഥ, ദിശ, ഡയറക്ഷൻ അല്ലെ ആകൃതി, ഷേപ്പ് എന്നിവ മാറ്റാൻ കഴിയുന്ന ഒരു തള്ളലെ വലിക്കലാണ് ബലം. പരീക്ഷയുടെ ഡെഫിനേഷൻ ചിലപ്പോൾ ചോദിക്കാം, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഈ ഫോഴ്സ് 2 ടൈപ്പ് ഫോഴ്സ് ഉണ്ട്. അതാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഫോഴ്സ് ആണ് മക്കളെ കോണ്ടാക്ട് ഫോഴ്സ്. പിന്നെ രണ്ടാമത്തെ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം. പേരിൽ തന്നെ ഉണ്ട്. 2 ആൾക്കാർ കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടാകുന്ന ഫോഴ്സ് ആണ് കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്റ്റിൽ വരാതെ ദൂരെ നിന്നിട്ടുള്ള ഫോഴ്സാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. എക്സാമിൽ ചോദിക്കും, ഇങ്ങനത്തെ സിറ്റുവേഷൻ തരും. ഇത് ഫസ്റ്റ് സിറ്റുവേഷൻ, സെക്കൻഡ് സിറ്റുവേഷൻ, ഇത് തേർഡ് സിറ്റുവേഷൻ, ഇത് ഫോർത്ത് സിറ്റുവേഷൻ, ഇത് ഫിഫ്ത്ത് സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷനിലും ഏത് ടൈപ്പ് ഫോഴ്സ് ആണ്, കോണ്ടാക്റ്റ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ, സമ്പർക്ക ബലമാണോ അസമ്പർക്ക ബലം അല്ലെ സമ്പർക്കരഹിത ബലമാണോ ചോദിക്കും, പറയണം. അവിടെ ഒരു മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് ഒരു സേഫ്റ്റി പിന്നിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സേഫ്റ്റി പിൻ ചാടിയിലേക്ക് ഒട്ടു അല്ലേ? ഇത് കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ, സി ആണോ എൻ സി ആണോ എന്ന് പറഞ്ഞാൽ മതി. സി എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട്, എൻ സി എന്ന് പറഞ്ഞാൽ നോൺ കോണ്ടാക്ട്. കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇവർ ആക്ച്വലി മുട്ടിയിട്ടുണ്ടാവുന്ന ഫോഴ്സാണ്. നോൺ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ദൂരെ നിൽക്കുമ്പോഴേ ഉള്ള ഫോഴ്സാണ്. ഏതാണ് ആൻസർ? കോണ്ടാക്ട് എന്ന് പറയാൻ തോന്നും. കാരണം എന്താണ്? സാർ ഇത് ഒട്ടുമ്പോൾ മുട്ടുന്നില്ലേ? അങ്ങനെയല്ല നോക്കേണ്ടത്. എടോ, ഈ മാഗ്നറ്റ് ഇവിടെ പിടിച്ചിട്ട് ഈ സേഫ്റ്റി പിൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഇവർ കോണ്ടാക്ട് അല്ലാത്തപ്പോഴേ ആ ബലം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? ഉണ്ട്. കാരണം അതുകൊണ്ടല്ലേ സേഫ്റ്റി പിൻ അവിടെ പോയി ഒട്ടിയത് അല്ലേ? അപ്പോൾ കോണ്ടാക്റ്റിൽ പിന്നീട് വന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ കോണ്ടാക്റ്റിൽ ഇല്ലാത്തപ്പോൾ തന്നെ ഈ സേഫ്റ്റി പിൻ അങ്ങോട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഫോഴ്സ് എന്തായി? ഫോഴ്സ് കോണ്ടാക്റ്റിൽ അല്ലാത്തപ്പോഴേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ഫോഴ്സ് ആണോ അത്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, കോണ്ടാക്ട് ഫോഴ്സ് അല്ല. കോണ്ടാക്ട് വേണ്ട അല്ലേ? മാഗ്നറ്റും സേഫ്റ്റി പിന്നും തമ്മിൽ ഫോഴ്സ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടാക്റ്റിൻ്റെ ആവശ്യമില്ല. ദൂരെ വെച്ചാലേ അത് അട്രാക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ അവസാനം കോണ്ടാക്റ്റിൽ വരിക, അത് വേറെ കാര്യം. അത് വേറെ കാര്യം, മനസ്സിലല്ലേ? അപ്പോൾ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, സമ്പർക്കരഹിത ബലമാണ്. പറ മക്കൾ, ഒരു മാങ്ങ അല്ലേ, കാറ്റടിച്ച് കഴിഞ്ഞാൽ മാങ്ങ നിലത്ത് പോയി വീഴും. എന്തുകൊണ്ട്? ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പുള്ള് അല്ലേ, ഗുരുത്വാകർഷണ ബലമുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ? സി ഓർ എൻ സി? പറ, സി ഓർ എൻ സി? പറ. വീണ്ടും ആലോചിക്കണം. ഇങ്ങനെ ആലോചിക്കരുത്, സാർ അത് പോയി മുട്ടുമ്പോൾ കോണ്ടാക്റ്റിലാവില്ല, അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. ഈ ഭൂമി ഇവിടെ ഉണ്ട്, മാങ്ങ ഇവിടെ ഉണ്ട്. എടോ, ഈ മാങ്ങ ഇവിടുന്ന് അടർന്നു പോകുന്ന നിമിഷം മുതലേ ഈ ഭൂമി ഇവനെ പിടിച്ച് താഴേക്ക് വലിക്കുന്നില്ലേ? കോണ്ടാക്റ്റിൽ ഇല്ലാത്തപ്പോൾ മുതലേ പിടിച്ച് വലിക്കുന്നില്ലേ? വലിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് പിന്നെ വരികയല്ലേ ചെയ്യുന്നത്. കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ഈ പെണ്ണ് ഞാൻ വിട്ട് കഴിഞ്ഞാൽ താഴേക്ക് പോകുന്നുണ്ട്. ഈ പെണ്ണ് ഞാൻ വിടുന്ന നിമിഷം മുതലേ എർത്ത് പിടിച്ച് വലിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കോണ്ടാക്റ്റിൽ ഇല്ല അല്ലേ? കോണ്ടാക്റ്റിൽ ഇല്ലാത്തപ്പോൾ മുതലേ വലിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്കരഹിത ബലമാണ്. എന്നാൽ ഈ ചുറ്റിക വെച്ച് ആണിക്ക് ഒരു അടി കൊടുക്കുമ്പോൾ ആണി താഴേക്ക് പോകുന്നുണ്ട്. അതെന്ത് ഫോഴ്സാ? കോമഡി, കോണ്ടാക്ട് ഫോഴ്സ്. അവിടെ ആക്ച്വലി മുട്ടും ആ ചുറ്റികയെ വെച്ചിട്ട് ഇവിടെ ആണിയിൽ കൊള്ളുമ്പോഴേ ഫോഴ്സ് ഉണ്ടാവുന്നു. അല്ലാണ്ട് ചുറ്റിക എങ്ങനെ ആക്കുമ്പോൾ ആണി താഴേക്ക് പോവോ? ഇല്ല. ചുറ്റിക ആണിയിൽ മുട്ടണം, കോണ്ടാക്ട് ചെയ്യുമ്പോഴേ ഫോഴ്സ് നടക്കുന്നുള്ളൂ. കോണ്ടാക്ട് ഫോഴ്സ് ആണ്. മരം കാറ്റത്ത് ആടുമ്പോൾ അല്ലേ, മരങ്ങളൊക്കെ കാറ്റത്ത് ഇങ്ങനെ ആടും. അപ്പൊ കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മരത്തിന്റെ മുകളിൽ ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് മരം ഇങ്ങനെ ആടുന്നത്. കോണ്ടാക്ട് ആണോ നോൺ കോണ്ടാക്ട് ആണോ? കോണ്ടാക്ട് ആണ്. ദിസ് ഈസ് കോണ്ടാക്ട്. കാണുമ്പോൾ ചിലപ്പോൾ തോന്നും, സാർ ഇവിടെ കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ. അത് നിങ്ങൾക്ക് കാറ്റ് കാണാത്തോണ്ടല്ലേ. നമുക്ക് കാറ്റ് കാണാത്തോണ്ട് നമുക്ക് കോണ്ടാക്ട് ഇല്ല. പക്ഷെ ആക്ച്വലി കാറ്റ് വന്ന് അവന് പുഷ് ചെയ്തും കൊണ്ട് ആക്കുമ്പോഴാണ്. സോ കോണ്ടാക്ട് വരുന്നുണ്ട് അവിടെ. വെള്ളത്തിൽ നീന്തുമ്പോൾ നമ്മൾ ബാക്കോട്ട് ഇങ്ങനെ കൈയിട്ട് ആക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ നമ്മൾ വെള്ളത്തിന് മുകളിൽ കൊടുക്കുന്നത്? കോണ്ടാക്ട് ആണ്. വെള്ളത്തിന് മുകളിൽ നമ്മൾ വെള്ളത്തിനെ പുഷ് ചെയ്യണം. അല്ലാണ്ട് ദൂരം നിന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ നമ്മൾ വെള്ളത്തിൽ കൂടെ പോവോ? ഇല്ല. വി ഹാവ് ടു പുഷ്. വെള്ളത്തിന് ആക്ച്വലി കോണ്ടാക്ട് ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഇത് എക്സാമിൽ ചോദിക്കും. ഇത് ടേബിളൊക്കെ ആക്കിയിട്ട് ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് കഴിയുമ്പോൾ വായിച്ചു നോക്കുക. ഒന്നുമില്ല, മാങ്ങ വീഴുന്നത് ഏതാണ് ഫോഴ്സ്? എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ്. കോണ്ടാക്ട് ആണോ നോൺ കോണ്ടാക്ട് ആണോ? അസമ്പർക്ക ബലമാണോ സമ്പർക്ക ബലമാണോ? ഓക്കെ, ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ടേബിളായിട്ട് ബൈ ഹട്ട് പഠിക്കാനല്ല കൊടുത്തത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എക്സാമിൽ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം കൊടുത്താൽ മതി. ചോദിക്കുകയാണെങ്കിലല്ല, ചോദിക്കും, അപ്പോൾ ഉത്തരം കൊടുക്കണം. ഓക്കെ,
അപ്പോൾ കോൺടാക്ട് ഫോഴ്സ് നോൺ കോൺടാക്ട് ഫോഴ്സ് 1 മാർക്കിൻ്റെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടോ പഠിച്ചു വെച്ചേക്കാം. അടുത്ത പഠിക്കാനുള്ളത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, ഘർഷണ ബലമാണ്. എന്താ സംഭവം? ഒരു പെട്ടി നമ്മളൊരു വള്ളി കെട്ടിയിട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ സർഫസ് അത്രയും സ്മൂത്ത് അല്ലെങ്കിൽ ഈ പെട്ടി വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. അതിൻ്റെ കാരണം എന്താണ്? ഈ സർഫസ്, ഈ നിലം ഈ പെട്ടിനെ നമ്മൾ വലിക്കുന്ന അങ്ങോട്ടല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ഒരു സ്വരം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പെട്ടിയുടെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിൻ്റെ പേരാണ് ഫ്രിക്ഷൻ അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെ ഘർഷണ ബലം. ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു നല്ല രീതിയിൽ ചിലപ്പോൾ എക്സാമിൽ ചോദിക്കാം. വെൻ എ സർഫസ് മൂവ്സ് ഓർ ട്രൈസ് ടു മൂവ് ഓവർ അനദർ സർഫസ്, ഒരു സർഫസ് മറ്റൊരു സർഫസിന്റെ മുകളിൽ കൂടി പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എ പാരലൽ ഫോഴ്സ് ഈസ് പ്രൊഡ്യൂസ് ബിറ്റ്വീൻ ദം എഗെയിൻസ്റ്റ് ദെയർ റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷന്റെ എഗെയിൻസ്റ്റ് ആയിരിക്കും ഈ ഫോഴ്സ് ഉണ്ടാവുക. ദിസ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന രീതിയിൽ, അങ്ങോട്ടാ പോകുന്ന നോക്കുന്ന ഫ്രിക്ഷൻ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാകുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഉണ്ടാകുക, എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണ ബലം. ഡെഫിനിഷൻ ഒന്ന് നോക്കി വെച്ചേക്ക്, ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, എക്സാമിൽ ചോദിക്കും വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷണത്തിൻ്റെ അല്ലെ ഘർഷണത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിക്കും. സാർ ഇതിന് ഗുണമൊക്കെ ഉണ്ടോ? ആ ഗുണങ്ങൾ കുറേ ഉണ്ട്, പഠിച്ചോ. എക്സാമിൽ ചോദിക്കും. സോഷ്യൽ സയൻസ് പഠിക്കുന്നത് പഠിച്ചോ, 4 ഗുണങ്ങൾ പഠിച്ചോ. 1, ഹെൽപ്സ് ടു ഹോൾഡ് ഒബ്ജക്ട്സ് ഫേംലി. നമുക്ക് ഒരു ഗ്ലാസ് പിടിക്കാൻ പറ്റുന്നത് നമ്മുടെ കൈ കുറച്ച് റഫ് ആയതുകൊണ്ടും ഗ്ലാസിൻ്റെ സർഫസ് കുറച്ച് റഫ് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഗ്ലാസ് പിടിക്കാൻ പറ്റുന്നത്. കാരണം അതിൻ്റെ ഇടയിൽ ഫ്രിക്ഷൻ ഉണ്ട്, ഘർഷണ ബലമുണ്ട്. ഗ്ലാസ് ഭയങ്കര എണ്ണയുണ്ട്, ഗ്ലാസ്സിൽ കയ്യിലും എണ്ണയാണ്. ഭയങ്കര സ്മൂത്തായി കഴിഞ്ഞാൽ ഗ്ലാസ് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഫ്രിക്ഷൻ അവിടെ ഇല്ല. അപ്പോൾ ഫ്രിക്ഷൻ വേണം നമുക്ക് സാധനങ്ങൾ പിടിക്കാൻ വേണ്ടിയില്ലേ. വസ്തുക്കൾ ഉറച്ചു പിടിക്കാൻ സഹായിക്കുന്നു, അതൊരു ഗുണം. രണ്ടാമത്തെ ഗുണം എന്താണ്? നടക്കാൻ സഹായിക്കുന്നു. ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. ഐസിൽ നടക്കാൻ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നടക്കാൻ എന്ത് ചെയ്യണം? ഫ്രിക്ഷൻ വേണം. നടക്കാൻ സഹായിക്കുന്നു. ഹെൽപ്സ് വെഹിക്കിൾസ് ടു മൂവ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഐസിൽ എന്തുകൊണ്ടാണ് കാർ ഓടിക്കാൻ ബുദ്ധിമുട്ട്? കാരണം ഐസിൽ ഫ്രിക്ഷൻ കുറവാണ്, അല്ലെ ഫ്രിക്ഷൻ ഇല്ല എന്ന് പറയാനല്ല, കുറവാണ്. അപ്പോൾ ഫ്രിക്ഷൻ വേണം കാർ ഓടിക്കണമെങ്കിൽ. റഫായുള്ള ടയേഴ്സും റഫായുള്ള റോഡും വേണം, എന്നാലും വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഭയങ്കര സ്മൂത്ത് ആയുള്ള റോഡാണെങ്കിൽ ആക്സിഡൻസ് ഉണ്ടാവും, വണ്ടി ടേൺ ചെയ്യാൻ പറ്റില്ല. വണ്ടി ഓടിക്കണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. ഒരു അഡ്വാൻറ്റേജ് ആണ് ഫ്രിക്ഷൻ്റെ, ഗുണമാണ് ഫ്രിക്ഷൻ്റെ അല്ലേ. വാഹനങ്ങൾ വഴുതാതെ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ലാസ്റ്റ് ഹെൽപ്സ് ടു ലൈറ്റ് മാച്ച് സ്റ്റിക്ക്. ഒരു തീപ്പെട്ടി ഉപയോഗിച്ചിട്ട് തീപ്പെട്ടിക്കുള്ളിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് കത്തിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഇത് റഫ് ആയതുകൊണ്ടാണ്. അത് സ്മൂത്ത് ആണെങ്കിൽ അങ്ങോട്ട് കത്തുവോ? ഇല്ല. അപ്പോൾ തീപ്പെട്ടിക്ക് ഒരു കത്തിക്കാൻ സഹായിക്കുന്നു. ഇതല്ലാത്ത കുറേ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് പഠിച്ച് എഴുതി വെക്കാം. 4 ഇതെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, പരീക്ഷ ചോദിക്കും വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഘർഷണത്തിൻ്റെ ഗുണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അങ്ങോട്ട് എഴുതി വെക്കാം. 2 മാർക്കിൻ്റെ ചോദ്യം വരും. ഓക്കെ, ഒന്നെങ്കിൽ ഇത് ചോദിക്കും, അല്ലെങ്കിൽ അവർ ചോദിക്കും വാട്ട് ആർ ദി ഡിസ്അഡ്വാൻറ്റേജസ്. ഘർഷണത്തിൻ്റെ കൊണ്ടുള്ള ദോഷങ്ങൾ ചോദിക്കും. ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ 2 പഠിച്ചു വെക്കണം നമ്മൾ. ഏതാ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് ഏതാ? പാർട്സ് ആർ സർഫസസ് ഇൻ കോൺടാക്ട് അണ്ടർഗോ വെയർ ആൻഡ് ടിയർ. അപ്പോൾ നമ്മുടെ മെഷീൻസ് ഒക്കെ, നമ്മുടെ വണ്ടീനുള്ളിൽ മെഷീൻസ് ഒക്കെ ഇങ്ങനെ കറങ്ങുമ്പോൾ ഫ്രിക്ഷൻ കാരണം എന്ത് സംഭവിക്കുന്നു? അതിന് വെയർ ആൻഡ് ടിയർ, തേയ്മാനം ഉണ്ടാകുന്നു അല്ലേ. സമ്പർക്കത്തിൽ വരുന്ന ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുന്നു, ഒരു പ്രശ്നമാണ് അല്ല. അങ്ങനെ മെഷീൻസിനെ കേട് വരും, അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. പിന്നെന്താണ്? സ്മൂത്ത് മൂവ്മെന്റ് ബിറ്റ്വീൻ മെഷീൻ പാർട്സ് ഇസ് ഹിൻഡേർഡ്. മെഷീൻ്റെ ഭാഗങ്ങൾ നമ്മൾ സ്മൂത്ത് മൂവ്മെന്റ് ഹിൻഡർ ചെയ്യപ്പെടുന്നു, അതായത് അതിനുള്ള ഒരു തടസ്സമാവുന്നു. യന്ത്രഭാഗങ്ങൾക്കിടയിലുള്ള സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുന്നു. അത് ഫ്രിക്ഷൻ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്മൂത്ത് മോഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൂബ്രിക്കൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് ഒബ്സ്ട്രക്ഷൻ ടു ഫ്ലോ ഇൻ പൈപ്സ്. പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോൾ ഫ്രിക്ഷൻ കാരണം എന്താണ്? വെള്ളത്തിലൂടെ വെള്ളം പൈപ്പിലൂടെ മര്യാദ ഒഴുകാതെ വരും. പൈപ്പുകളിലൂടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്നത് എന്താണ്? അതും ഫ്രിക്ഷൻ കാരണമാണ്. അപ്പോൾ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ലാസ്റ്റ് ഇറ്റ് കോസസ് വെയർ ആൻഡ് ടിയർ ഇൻ ദ ബോഡി. നമ്മുടെ പ്രായമൊക്കെ ആകുമ്പോൾ എന്താണ്? മുട്ടിൽ വേദന വരുന്നു, പുറകിൽ വേദന വരുന്നതുകൊണ്ടാണ്. നമ്മുടെ ഈ ബോൺസിൻ്റെ ഇടയിൽ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് ആ ഫ്രിക്ഷൻ കാരണം എന്താണ്? വെയർ ആൻഡ് ടിയർ വരുന്നു, തേയ്മാനം സംഭവിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കാലിലും മുട്ടിനൊക്കെ വേദന വരുന്നത് പ്രായമാകുമ്പോൾ. നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇറ്റ് കോസസ് വെയർ ആൻഡ് ടിയർ ഇൻ ദ ബോഡിയിലും സംഭവിക്കും അല്ലേ. ശരീരഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. അപ്പോൾ ഇതല്ലാത്ത ഞാൻ നിങ്ങൾക്ക് ഒരു 6ഓ 7ഓ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് ബാച്ചിൽ എടുത്ത സമയത്ത്. 1 ഷോട്ട് എടുത്തപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയെങ്കിലും പഠിച്ചാൽ എക്സ്ട്രാ ഓർമ്മയുണ്ട് എപ്പോഴും നല്ലത്. പക്ഷേ ഈ 4 പഠിച്ചു നോക്കണം, എക്സാമിൽ ചോദിക്കും. അഡ്വാൻറ്റേജ് ചോദിക്കാം, അല്ലെ ഡിസ്അഡ്വാൻറ്റേജ് ചോദിക്കാം. 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ എളുപ്പം അങ്ങോട്ട് ഉത്തരം കൊടുക്കണം. സിമ്പിളാണ്, ഇതിലൊരു കോംപ്ലിക്കേഷനും ഇല്ല. ഓക്കെ, അടുത്ത നിങ്ങൾ സിമ്പിൾ ഉത്തരം പറയണം. ഒരു പലക എടുത്തു അല്ലേ, സെയിം ടൈപ്പ് പലക എടുത്തു, 3 എടുത്ത് വിചാരിക്കുക.
ഒന്നിൽ ഐസിന്റെ ഒരു കട്ട, മറ്റ് രണ്ടാമത്തേൽ മരക്കഷ്ണത്തിന്റെ ഒരു കട്ട, മൂന്നാമത്തേൽ റബ്ബറിന്റെ ഒരു കട്ട. മൂന്നും ഇവിടുന്ന് ഞാൻ ഒരേ സമയത്തിൽ ഇതിനെ ഞാൻ റിലീസ് ചെയ്താൽ നിങ്ങൾ പറ ആരാണ് ഈ റേസിൽ ഫസ്റ്റ് ആവുക? ഏറ്റവും താഴെ ആരാണ് എത്തുക? അവനാ ഫസ്റ്റ് ആവുക. ആരാ ഫസ്റ്റ് ആവുക? കോമൺ സെൻസ് ആണ്. ഐസാണ് ഏറ്റവും സ്മൂത്ത്, ഐസ് ആയിരിക്കും ഫസ്റ്റ് ആവുക. മരക്കഷ്ണം സെക്കൻഡ് ആയിരിക്കും. റബ്ബർ സ്മൂത്തേ അല്ല, റബ്ബർ തട്ടി 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 മെല്ലെ തേർഡ് പൊസിഷനിലേ വരുള്ളൂ അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഐസും ഈ പലകയും തമ്മിലുള്ള ഫ്രിക്ഷൻ വളരെ കുറവായതുകൊണ്ടല്ലേ, ഭയങ്കര കുറവായതുകൊണ്ടല്ലേ, കഷ്ണബലം ഭയങ്കര കുറവായതുകൊണ്ടല്ലേ അവന് പെട്ടെന്ന് എത്താൻ പറ്റിയത്. അപ്പോൾ ഓരോ വസ്തുക്കൾക്കും ഫ്രിക്ഷൻ സെയിം ആയിരിക്കുമോ? സെയിം ആയിരിക്കില്ല, വേറെ വേറെ ആയിരിക്കും. റബ്ബറിന് ഭയങ്കര ഫ്രിക്ഷൻ കൂടിയത് കൊണ്ടല്ലേ അവൻ മെല്ലെ മെല്ലെ വന്നത്. അതെ. അപ്പോൾ ഓരോ വസ്തുക്കളുടെ നേച്ചറിന്, അവൻ്റെ മെറ്റീരിയലിനനുസരിച്ച് ഫ്രിക്ഷൻ മാറും. വേറൊരു കാര്യം, അടുത്ത എക്സ്പെരിമെന്റ്. ഒരു കല്ലുണ്ട്, വേറൊരു കല്ലുണ്ട്. ഈ കല്ല് എന്താണ്? ഇങ്ങനെ കൂർത്ത കല്ലാണ്, ഷാർപ്പ് സ്റ്റോൺ ആണ്. രണ്ടാമത്തെ കല്ല് ഒരു ഉരുണ്ട കല്ലാണ്, റൗണ്ട് സ്റ്റോൺ ആണ്. രണ്ടും ഞാൻ എന്താണ് ഇവിടുന്ന് റിലീസ് ചെയ്തു, ടോപ്പിൽ നിന്ന് റിലീസ് ചെയ്തു ഒരു ജാർന്ന്. ആരായിരിക്കും നിലത്ത് ആദ്യം എത്തുക? ഇവനാണോ, ഷാർപ്പാണോ, റൗണ്ട് സ്റ്റോൺ ആണോ? പറ. ഷാർപ്പ് സ്റ്റോൺ ആണോ, റൗണ്ട് സ്റ്റോൺ ആണോ നിലത്തെത്തുക താഴെ? ആദ്യം ഒന്നും ആലോചിക്കാനില്ല, ഷാർപ്പ് സ്റ്റോൺ ആണ്. നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും. കൂർത്ത കല്ലാണ് താഴെത്തുക. അതിന്റെ കാരണം എന്താണ്? ഈ വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ഫ്രിക്ഷൻ ഉണ്ട്, ഘർഷണബലമുണ്ട്, വെള്ളം ഫ്രിക്ഷൻ കൊടുക്കുന്നുണ്ട്. കൂർത്ത കല്ല് താഴെ ആദ്യം എത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ മുകളിലുള്ള ഫ്രിക്ഷൻ കുറവും, റൗണ്ട് സ്റ്റോൺ മെല്ലെ മെല്ലെ എത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ മുകളിലുള്ള ഫ്രിക്ഷൻ, ഘർഷണബലം കൂടുതലായതുകൊണ്ടല്ലേ. അപ്പം ഒരു വസ്തുവിന്റെ എന്തും ഫ്രിക്ഷനെ തീരുമാനിക്കുന്നുണ്ട് അവന്റെ ഷേപ്പ്. ഇവിടെ ഷേപ്പല്ലേ വ്യത്യാസമുള്ളൂ, രണ്ടും കല്ലാണ്. അപ്പൊ കല്ലിന്റെ മെറ്റീരിയൽ വ്യത്യാസമൊന്നുമില്ല, ഷേപ്പിൽ വ്യത്യാസമുണ്ട് അല്ലേ. കൂർത്ത ഷേപ്പ് ആവുമ്പോൾ ഫ്രിക്ഷൻ കുറയും. പരീക്ഷ ചോദിക്കും, റൈറ്റ് ഡൗൺ ദി ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എഫക്ട് ചെയ്യുന്ന, ഘർഷണബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം പറയണം. ഒന്ന് ഷേപ്പ് ഓഫ് ഒബ്ജക്റ്റ്, അതിന്റെ ഷേപ്പ്. രണ്ട് നേച്ചർ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട്, വസ്തുക്കളുടെ ആകൃതി. പിന്നെ പ്രതലങ്ങളുടെ സ്വഭാവം. പ്രതലങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഐസ് കൊണ്ടാണോ, മരക്കഷ്ണം കൊണ്ടാണോ, റബ്ബർ കൊണ്ടാണോ, ആ മെറ്റീരിയൽ എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യമാണ് ഫ്രിക്ഷനെ സ്വാധീനിക്കുക. എക്സാമിൽ ചോദിക്കും, പഠിച്ചോ. ഓക്കെ. പിന്നെ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സാധനം ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ, നിരക്കുമ്പോൾ അതിനേക്കാൾ എളുപ്പം എന്താണ്? രണ്ട് ചക്രം ഫിറ്റ് ചെയ്യുക, ഇവിടെ എന്നിട്ട് ഉരുട്ടി കൊണ്ടുപോവുക. അതെന്തുകൊണ്ടാണ് ചോദിക്കും. അപ്പം നിങ്ങൾ പറയണം, നമ്മൾ ഒരു സാധനം നിരക്കുമ്പോൾ അവിടെ സ്ലൈഡിങ് ഫ്രിക്ഷനാണ്, അഥവാ നിരങ്ങൽ ഘർഷണമാണുള്ളത്. അത് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ടാണ് നിരക്കി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്നാൽ നമ്മൾ ചക്രം ഫിറ്റ് ചെയ്ത് നമ്മൾ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെയും ഫ്രിക്ഷൻ ഉണ്ട്. ഈ ചക്രവും ഈ നിലവും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ട്, പക്ഷെ അത് റോളിംഗ് ഫ്രിക്ഷനാണ്, ഉരുളൽ ഘർഷണമാണ്. അതിൻ്റെ ഗുണം വെച്ചാൽ ഭയങ്കര കുറവാണ്. ഒരു സാധനം ഉരുട്ടി കൊണ്ടുപോകുമ്പോൾ ഫ്രിക്ഷൻ ഭയങ്കര കുറവായിരിക്കും, കാരണം റോളിംഗ് ഫ്രിക്ഷൻ വളരെ കുറവാണ്. ആ റോളിംഗ് ഫ്രിക്ഷൻ അഥവാ ഉരുളൽ ഘർഷണം ഭയങ്കര കുറവായതുകൊണ്ടാണ് നമ്മൾ ഉരുട്ടി കൊണ്ടുപോകുമ്പോൾ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇത് ചോദിക്കും എക്സാമ്പിൾ. അപ്പോൾ ഏതാണ് കൂടുതൽ? സ്ലൈഡിംഗ് ഫ്രിക്ഷനാണ് കൂടുതൽ, നിരങ്ങൽ ഘർഷണമാണ് കൂടുതൽ. അത് പഠിച്ചു വെച്ചിട്ടോ, പരീക്ഷ ചോദിക്കും. ഓക്കെ. അപ്പൊ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ഡൗൺ ദി ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ ഫ്രിക്ഷൻ. പിന്നെന്താണ് ഡിസഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജ്, ഒക്കെ ചോദ്യങ്ങളാട്ടോ. 2 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ്. എല്ലാം ചോദിക്കില്ല, പക്ഷെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും എന്നുള്ളതിന് പഠിച്ചു വെക്കാം. ഇതേപോലെ ഒരു ചോദ്യം പരീക്ഷയിൽ വരും. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഡൗൺ 4 ways ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഘർഷണം കുറയ്ക്കുന്നതിനുള്ള 4 മാർഗങ്ങൾ എഴുതാൻ പറയും. 1, 2, 3, 4, 5 എണ്ണം ഞാൻ പഠിപ്പിച്ചിരും. ഇതിൽ 4 എണ്ണെങ്കിലും എഴുതി വെക്കാം. ഓക്കെ, 4 എണ്ണം എഴുതി വെക്കാം. ഒന്ന്, യൂസ് ലൂബ്രിക്കൻസ്. മെഷീൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുക? ലൂബ്രിക്കൻസ് അഥവാ സ്നേഹകങ്ങൾ ഉപയോഗിക്കുക. മലയാളത്തിൽ സ്നേഹകങ്ങൾ എന്നാണ് പറയുക. ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക, അതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാം മെത്തേഡ് എന്താണ്? ചക്രം ഉപയോഗിക്കുക, അല്ലെ, വീൽസ് ഉപയോഗിക്കുക. നിരക്കുന്നതിന് പകരം ചക്രം ഉപയോഗിക്കുക, വീൽസ് ഉപയോഗിക്കുക. അപ്പം യൂസിങ് വീൽസ് ഓൺ ഓർ റോളിംഗ് സർഫസ്. അപ്പോൾ ഒന്നെങ്കിൽ റോൾ ചെയ്യുന്ന സർഫസുകളോ അല്ലെങ്കിൽ ചക്രങ്ങളോ ഉപയോഗിക്കാം. പിന്നെ എന്ത് ചെയ്യുക? മെഷീൻസിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ, ഓക്കെ, വീൽ ആക്സിലും വീലിൻ്റെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതുപോലത്തെ ഉണ്ടകളുണ്ട്. ആ ഉണ്ടകളെ വിളിക്കുന്ന പേരാണ് മക്കളെ ബോൾ ബെയറിങ്സ്. ബോൾ ബെയറിങ്സ് ഉപയോഗിക്കുക. ഓക്കെ, മലയാളത്തിലും ബോൾ ബെയറിങ്ങളാണ് വിളിക്കുക. ബോൾ ബെയറിങ്സ് ഉപയോഗിക്കുക. പിന്നെ വേറൊരു വഴി എന്താണ്? നമ്മുടെ എയറോപ്ലെയിൻ്റെ ഒക്കെ ഷേപ്പിൽ ഇതാ ഇങ്ങനെ കൂർത്തുള്ള ഷേപ്പല്ലേ, ഈ ബോട്ടിൻ്റെ ഒക്കെ ഇങ്ങനെ കൂർത്ത ഷേപ്പിൽ. എന്തിനാണ് അങ്ങനെ കൂർപ്പിക്കുന്നത്? ഇതിന് നമ്മൾ സ്ട്രീം ലൈനിങ് എന്നാണ് പറയുക. എന്താ പറയുക മക്കളെ? സ്ട്രീം ലൈനിങ് എന്നാണ് പറയാം കേട്ടോ. മലയാളത്തിൽ ഒരു വൃത്തിയുടെ പേരുണ്ട്, പഠിക്കണമെന്നില്ല, സ്ട്രീം ലൈനിങ് പഠിച്ചു വെച്ചാൽ മതി. ധാരാരേഖിതമാക്കൽ, സ്ട്രീം ലൈനിങ്. ഈ സ്ട്രീം ലൈനിങ്ങും എന്താണ്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൂർപ്പിക്കുമ്പോൾ, സ്ട്രീം ലൈൻ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഭയങ്കര കുറയും, അപ്പോൾ സ്പീഡ് ഭയങ്കര കൂടും. ബോട്ടിൻ്റെ ഷേപ്പൊക്കെ അങ്ങനെയുള്ളത്. അപ്പോൾ യൂസ് സ്ട്രീം ലൈൻ ഷേപ്പ് ഫോർ ഫ്ലൂയിഡ്സ്. ഓക്കെ, അപ്പോൾ എയറിലും വെള്ളത്തിലും മാത്രമേ നടക്കുള്ളൂ.
നമ്മുടെ കല്ല്, നമ്മുടെ ഷാർപ്പ് സ്റ്റോൺ വർക്ക് ചെയ്ത് സ്ട്രീം ലൈൻ ഉള്ളതുകൊണ്ടാണ്, കൂർത്ത ഷേപ്പ് ആയതുകൊണ്ടാണ്. ഇതൊന്നും അല്ലെങ്കിൽ യൂസിങ് സ്മൂത്ത് സർഫസ്, നമ്മൾ മിനുസമുള്ള പ്രതലങ്ങൾ ഉപയോഗിക്കുക, കഴിഞ്ഞു. അപ്പോൾ ഈ 5 മെത്തേഡ്സിൽ 4 എണ്ണെങ്കിലും പഠിച്ചു വെക്കുക. ലൂബ്രിക്കൻസ് എന്തായാലും പഠിച്ചു വെക്കുക, ചക്രം ഉപയോഗിക്കാൻ പഠിക്കുക, ബോൾ ബെയറിംഗ് പഠിക്കുക, സ്ട്രീം ലൈനും പഠിച്ചു വെക്കുക. ഇതിലൊന്നും കിട്ടിയില്ല സ്മൂത്ത് സർഫസ് ഉപയോഗിക്കാൻ കൂടി എഴുതി വെക്കാം. അപ്പം ഇത് പഠിച്ചു വെക്കണം, എക്സാമിന് എന്തായാലും ചോദിക്കും. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം കൂടെ പരീക്ഷയിൽ വരാം, പഠിച്ചോ. ഡാഷ് ഇസ് എ സോളിഡ് ലൂബ്രിക്കൻ, ഒരു ഖര സ്നേഹകം ആരാണ് ചോദിക്കും. അപ്പോൾ പൊതുവെ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ആണ് പഠിക്കുക, പക്ഷേ സോളിഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് നമ്മൾ മെഷീൻസിൽ ഉപയോഗിക്കാറുണ്ട്. അത് ഓയിലാണോ, ഗ്രീസ് ആണോ, ഗ്രാഫൈറ്റ് ആണോ എന്ന് ചോദിക്കും. ഏതാണ് മക്കളെ? പഠിച്ചു വെച്ചോ. ഇവൻ ആരാണ്? ഗ്രാഫൈറ്റ് ആണെന്നുള്ളവരും പഠിച്ചു വെക്കുക. അപ്പോൾ ഗ്രാഫൈറ്റ് എന്താണ്? ഇസ് എ സോളിഡ് ലൂബ്രിക്കൻ, സോളിഡ് ആണ് പക്ഷേ ലൂബ്രിക്കൻ ആണ്, ഫ്രിക്ഷൻ കുറയ്ക്കുകയും ചെയ്യും. ഇത് എക്സാമിന് ചോദിക്കും, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളെ ഈ ചാപ്റ്ററുള്ളൂ. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് അങ്ങോട്ട് പഠിച്ച് പിന്നെന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ എക്സാമിനറിൻ്റെ ബാച്ചിൽ ഓൾറെഡി പഠിക്കുന്നവരാണെങ്കിൽ ടോപ്പിക് വൈസ് ക്ലാസ് കാണാൻ സമയം ഉണ്ടാവില്ല. അതിൻ്റെ PDF നോട്ട് എടുക്കുക, ഒന്ന് റിവൈസ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് കോർണറിൽ പോയിട്ട് അതിൽ PYQ ഉണ്ടാവും അതിൻ്റെ, പിന്നെ ലെറ്റസസും കൂടി ഉണ്ട്. ബാച്ചിലുള്ള കുട്ടികളാണ് അതും കൂടി ഒന്ന് കാണുക, ബാച്ചിൽ ഇല്ലാത്ത കുട്ടികളാണ് ഈ നോട്ട്സ് ഉപയോഗിച്ചിട്ട് റിവൈസ് ചെയ്യുക, എന്നിട്ട് എക്സാമിൻ്റെ തലേന്നുള്ള ലൈവിലുള്ള ചോദ്യങ്ങളോട് ചെയ്യുക. പരിപാടി സെറ്റ്. അപ്പം മക്കളെ, ഈ ഒരു ചാപ്റ്റർ സെറ്റ് ആയല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ജെന്യുവൻലി യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒരു കമന്റെങ്കിലും ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ ഈ ഒരു ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും അതുകൂടാതെ പരീക്ഷയിൽ ഓൾറെഡി വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ വീഡിയോ സൊല്യൂഷൻസ് നമ്മുടെ ആപ്പിലുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് പഠിക്കണമെങ്കിൽ ഈ ചാപ്റ്ററിന്റെ മാത്രമല്ല, ഈ സബ്ജക്റ്റിന്റെ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ചാപ്റ്ററിനെയും അതുപോലെ പ്രോപ്പർ ആയിട്ടൊരു പഠനം വേണ്ടി വരും നിങ്ങൾക്ക് നല്ല മാർക്ക് പരീക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഒക്കെ ഉണ്ട്, അത് ജോയിൻ ചെയ്യണം. താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എനിവേ, എല്ലാവർക്കും മക്കളെ വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.